യേശുവേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഇന്ന് പ്രധാനമായിട്ടും ദൈവമക്കൾക്കുള്ള ലോകരാജ്യങ്ങളിൽ ദൈവവചനം കേൾക്കുന്ന, ദൈവശുശ്രൂഷ കേൾക്കുന്ന, അതുപോലെ തന്നെ ബ്രദറുടെ ശുശ്രൂഷ കൃത്യമായിട്ട് ഓരോ സമയത്തും കാണുകയും ദൈവാനുഗ്രഹം പ്രാപിക്കുകയും അതുപോലെ ദൈവത്തിൻ്റെ വലിയൊരു കൃപ നിങ്ങളിലേക്ക് ചൊരിയാൻ വേണ്ടിയിട്ടും ബ്രദർ പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടാണ് ഈ സന്ദേശങ്ങളും ഈ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നത്. ഇന്ന് പ്രധാനമായിട്ടും പരിശുദ്ധാത്മാവ് തരുന്ന ഒരു തിരുവചനമാണ് ഫിലിപ്പി 4:19 തിരുവചനം. അവിടെ ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നതും അതുപോലെ ദൈവവചനത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും അതുപോലെ ആ വചനത്തിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങളും ഒരുപാട് ദൈവമക്കൾക്ക് വേണ്ടി ശുശ്രൂഷ അറൗണ്ട് 2018 ശുശ്രൂഷ ബ്രദർ സ്റ്റാർട്ട് ചെയ്ത് ഒരു ധ്യാനം കൂടി അഭിഷേകം പ്രാപിച്ചിട്ടാണ് ദൈവവചന ശുശ്രൂഷയിലേക്ക് വന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ആദ്യ കാലഘട്ടത്തിൽ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും ദൈവവചനത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റുമെന്നും അറിയാത്തൊരു അജ്ഞതയുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ധ്യാനം കൂടിയ സമയത്ത് ദൈവത്തോട് കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ പറയുമായിരുന്നു. ഒരുപാട് ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് മാത്രം അനുഗ്രഹം കിട്ടുന്നില്ല എന്നൊരു പരാതി ഞാൻ ദൈവത്തോട് പറഞ്ഞിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് എനിക്ക് പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നത് ആദ്യം. പിന്നീട് കർത്താവിൻ്റെ വലിയൊരു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധമായ ജപമാലയാണ് പരിശുദ്ധ അമ്മ മാതാവ് കാണിച്ചു തന്നത്. അപ്പോൾ കാണിച്ചു തരിക എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് അത് മനസ്സിലാക്കി തരുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ബൈബിളും അതുപോലെ തന്നെ ഈ ജപമാലയുമാണ് കാണിച്ചു തന്നത്. അപ്പോൾ പിന്നീട് ഞാൻ ദൈവവചനം ധ്യാനിക്കാനും ദൈവവചനം പ്രാർത്ഥിക്കുവാനും തുടങ്ങി. അപ്പോൾ എന്താണ് ധ്യാനിക്കുക എന്നും പ്രാർത്ഥിക്കുക എന്നും രണ്ടും രണ്ടർത്ഥമുണ്ട്. ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ദൈവവചനം ഉരുവിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിന്, അതിനെ ധ്യാനം എന്ന് പറയുന്നത് അതിന് നമ്മൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ധ്യാനം. ഹൃദയത്തിലേക്ക് ദൈവവചനം കൊണ്ടുവന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഈ വചനം ഞാൻ അറൗണ്ട് 2018 മുതൽ 2025 വരെയുള്ള ഓൺലൈൻ ശുശ്രൂഷയിലാണ് ബ്രദർ കൂടുതലും ഇപ്പോൾ സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവവചനം പങ്കുവെക്കാൻ ദൈവം ഒരു കൃപ തന്നത് കൊണ്ടാണ് ബ്രദർ ഇപ്പോൾ ഈ ശുശ്രൂഷ ഓൺലൈനിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇത് പറ്റുമെങ്കിൽ ഞാനൊരു റിക്വസ്റ്റ് വെക്കുന്നു, ഈ സന്ദേശം ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളെല്ലാവരും ശ്രമിക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. അവസാന സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമയം പരിശുദ്ധാത്മാവ് ഒരുക്കി തരുന്നുണ്ട്. അപ്പോൾ വചനം എന്താണെന്നും വചനത്തിൻ്റെ അർത്ഥം എന്താണെന്നും വചനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വചനം ഇതാണ്, ഫിലിപ്പി 4:19 തിരുവചനം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. കാരണം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും വരുന്നതും എല്ലാ അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ് ക്രിസ്തു യേശുനാഥൻ. നമ്മുടെ ദൈവമായ കർത്താവാണ് അനുഗ്രഹത്തിൻ്റെ രാജാവ്, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും രാജാവാണ് ഈശോ മിശിഹ. അപ്പോൾ കർത്താവിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ പറ്റുമെങ്കിൽ നമ്മൾ വില കൊടുത്ത് ദൈവവചനത്തിന് വില കൊടുത്തെങ്കിൽ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് ഞാൻ ഹൃദയം തൊട്ട് ഉറപ്പ് പറയുന്നു. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും ഏത് രീതിയിൽ പ്രാർത്ഥിക്കണമെന്നും നിങ്ങളുടെ പ്രശ്നം എന്താണെന്നും നിങ്ങൾക്ക് പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ എന്താണെന്നും ബ്രദർ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ വചനം നിങ്ങൾക്ക് സമയം സാഹചര്യം അനുസരിച്ച് നിങ്ങളുടെ സമയം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. രാവിലെയോ ഉച്ചക്കോ വൈകുന്നേരമോ ഏതെങ്കിലും സമയം നിങ്ങൾ കുറച്ച് സമയം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ എഴുതി പ്രാർത്ഥിക്കുക. ഒരു ദിവസം ഒരു 33 തവണയൊക്കെ നിങ്ങളൊരു നോട്ട്ബുക്കും പെന്നും എടുത്തിട്ട് നിങ്ങളുടെ നിയോഗം ദൈവകരങ്ങളിൽ കേൾപ്പിച്ചിട്ട് എഴുതി പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. എഴുതി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾക്ക് എഴുതുമ്പോൾ തന്നെ ദൈവത്തോട് പറയാം, ദൈവമേ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തിക്കോളാം, ദൈവമേ അങ്ങേക്ക് സാക്ഷിയായി പ്രവർത്തിച്ചോളാം, അനേകം മക്കൾക്ക് ഞാൻ ഈ വചനം കൊടുത്ത് അവരെയും ദൈവത്തിൻ്റെ കൃപയിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അനുഗ്രഹത്തോടു കൂടി പ്രാർത്ഥിക്കുക. അതാണ് ദൈവാനുഗ്രഹത്തിലേക്കുള്ള ഒരു വാതിൽ. ദൈവാനുഗ്രഹത്തിലേക്കുള്ള വാതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവവചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിലും കുടുംബാന്തരീക്ഷത്തിലും മക്കൾക്കും ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വചനത്തിലൂടെ ശുശ്രൂഷ മേഖലകളിൽ അനേകം മക്കൾക്ക് കടബാധ്യതകളും അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതുപോലെ പല രോഗാവസ്ഥയിലും പല പ്രയാസത്തിലും ഉണ്ടായ മക്കൾക്ക് ഈ വചനം കൊടുക്കുമ്പോൾ ഈ വചനം അത്ഭുതകരമായി പ്രവർത്തിച്ച് അവരെ പല ജീവിതത്തിൻ്റെ പല സാഹചര്യത്തിൽ നിന്നും ദൈവം സംരക്ഷിച്ചതായിട്ട് സാക്ഷ്യങ്ങൾ ബ്രദറിൻ്റെ കയ്യിലുണ്ട്. ഒരു 10,000-കണക്കിന് സാക്ഷ്യങ്ങൾ ഈ ശുശ്രൂഷ ജീവിതത്തിനിടയിൽ തമ്പുരാൻ ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വചനത്തിൻ്റെ പ്രവൃത്തി എന്താണെന്നും ഈ വചനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഈ വചനം എൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക ക്രൈസിസ്, ബുദ്ധിമുട്ടുകൾ, പല പ്രയാസങ്ങൾ വരുമ്പോഴും ഞാൻ ഈ വചനം ചൊല്ലി ശക്തമായിട്ട് ദൈവസന്നിധിയിൽ അർപ്പിച്ച്
നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥനകൾ വരുമ്പോൾ ദൈവം ആ പ്രാർത്ഥന കേൾക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം സാമ്പത്തിക ക്രൈസിസ് വരുന്ന സമയത്തും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുമ്പോഴും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും ദൈവത്തിൻ്റെ വലിയൊരു അരൂപി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വചനത്തിൻ്റെ ശക്തിയാൽ പല കാര്യങ്ങളും തടസ്സപ്പെട്ട് കിടക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ പോലും തമ്പുരാൻ വളരെ ശാന്തമായിട്ട് ഒരുക്കി തന്നിട്ടുണ്ട്. മീൻസ് ആദ്യം നമുക്കൊരു ക്രൈസിസ് എന്ന അസ്വസ്ഥത ഉണ്ടാകുമ്പോഴും പക്ഷേ ശക്തമായിട്ട് ആഴത്തിലേക്ക് ദൈവവചനം ധ്യാനിക്കുമ്പോൾ ആ വലിയൊരു പ്രശ്നമൊക്കെ ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് വചനത്തിൻ്റെ ശക്തി. ഇന്ന് ലോകരാജ്യങ്ങളിലെ ദൈവമക്കൾക്ക് ബൈബിൾ എന്താണെന്നറിയാം, പക്ഷേ ബൈബിളിനകത്ത് കിടക്കുന്ന ദൈവവചനം എന്താണെന്നും അത് ധ്യാനിക്കുവാനും അത് മുന്നോട്ട് പ്രാർത്ഥിക്കുവാനൊന്നും സാധിക്കാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ദൈവവചനത്തിന് വില കൊടുക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. പ്രത്യേകിച്ച് ഒന്നുകൂടി പറയുന്നു, ഫിലിപ്പി 4:19 തിരുവചനം, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വാസത്തോടുകൂടി ദൈവവചനം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇവിടെ പ്രവർത്തിച്ചിരിക്കും. 100% ബ്രദർ ഉറപ്പ് പറയുന്നു. നിങ്ങൾ വചനത്തിന് വില കൊടുക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വില തന്നിരിക്കും. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. ലോകരാജ്യങ്ങളിലെ ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞാൻ ഈ സമയം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളെല്ലാ മക്കളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേഖല, നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിലും, നിങ്ങളുടെ ജോലി മേഖലകളിലും, നിങ്ങളുടെ എല്ലാ രോഗാവസ്ഥ മേഖലകളൊക്കെ ദൈവത്തിൻ്റെ വലിയൊരു കൃപ നിറഞ്ഞ് അവിടുന്ന് എല്ലാ മേഖലയും വിശുദ്ധീകരിച്ച് സൗഖ്യം തന്ന് അതുപോലെ തന്നെ സമാധാനം, സന്തോഷം കുടുംബത്തിൽ തന്ന് അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് പറ്റുമെങ്കിൽ ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഈ പ്രാർത്ഥന ഒന്ന് ഹൃദയത്തിൽ നിന്ന്, നിങ്ങളുടെ മനസ്സിൽ നിന്ന്, നിങ്ങളുടെ ആത്മാവിൽ നിന്ന് നിങ്ങൾ ഏറ്റുചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. പരിശുദ്ധ അമ്മയോട് നമുക്ക് ചേർന്നിരുന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട്, ലോകരാജ്യങ്ങളിലെ എല്ലാ ദൈവമക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഈ ശുശ്രൂഷ ഏൽപ്പിക്കുക. അമ്മ വഴി ഈ സന്ദേശങ്ങളൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് പോയി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ആമേ. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേ. ദൈവമക്കളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബ്രദറിൻ്റെ ശുശ്രൂഷ മേഖലകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം നിങ്ങളിലേക്ക് അതിശക്തമായിട്ട് വ്യാപരിക്കും. ഈ ശുശ്രൂഷ പറ്റുമെങ്കിൽ എല്ലാ മക്കളിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ലഭിക്കുന്നതായിരിക്കും. പറ്റുമെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്ന ബ്രദറിൻ്റെ യൂട്യൂബ് ചാനൽ അതൊരു സ്പിരിച്വൽ ചാനലാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദൈവസ്നേഹമുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ പേര് ഞാൻ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യുന്നു. പരിശുദ്ധ അമ്മ 33, പരിശുദ്ധ അമ്മ 33 എന്ന ഒരു സ്പിരിച്വൽ ചാനലാണ്. പ്രത്യേകിച്ചും അതിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഞാൻ മുമ്പ് ഒരു ചാനലിൽ എൻ്റെ വചന ശുശ്രൂഷയിൽ പറഞ്ഞിട്ടുണ്ട്. തിരുക്കുടുംബത്തിൻ്റെ പ്രൊഫൈൽ ഫോട്ടോയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ തിരുക്കുടുംബത്തിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ കാണുന്ന പരിശുദ്ധ അമ്മ 33 എന്ന യൂട്യൂബ് ചാനൽ കാണും. പറ്റുമെങ്കിൽ നിങ്ങൾ അതിൻ്റെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് സബ്സ്ക്രൈബ്ഡ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ശുശ്രൂഷകളും എല്ലാ ദിവസവും ബ്രദർ ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ചാണ് ബ്രദർ ശുശ്രൂഷ ചെയ്യുന്നത്. ചില സമയത്ത് ആഴ്ചയിൽ ഒന്നായിരിക്കും, ചിലപ്പം 3 ദിവസം കഴിയുമ്പോൾ ഒന്നായിരിക്കും, ചിലപ്പം ഡെയിലി ആയിരിക്കും. എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. തമ്പുരാൻ തരുന്ന കൃപയനുസരിച്ചിട്ടാണ് ബ്രദർ വചന ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം നിറയാൻ വേണ്ടിയിട്ട്, ദൈവത്തിൻ്റെ കൃപ നിറയാൻ വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയിൽ പ്രധാനപ്പെട്ട തിരുവചനം ഫിലിപ്പി 4:19 തിരുവചനമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വചനം ഒന്ന് എഴുതി ചൊല്ലിയിട്ടൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. ഈ സ്പിരിച്വൽ ചാനൽ മറ്റൊരുപാട് ദൈവമക്കളിലേക്ക് എത്തിച്ച്, പ്രധാനപ്പെട്ട നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവവചനം ലോകരാജ്യങ്ങളിലെ ദൈവമക്കളിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. മറ്റു കാര്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കരുണയിലും ദൈവത്തിൻ്റെ കൃപയിലും ദൈവത്തിൻ്റെ സ്നേഹത്തിലുമാണ് നടക്കേണ്ടതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം.
ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലാ മക്കൾക്കും